സാധാരണഗതിയിൽ ഇത്തരം കരാറുകൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള കരാറാവുമ്പോൾ രാഷ്ട്രപതിയും ഗവർണറുമാണ് അതിൽ ഒപ്പുവയ്ക്കേണ്ടത്. അവർ നേരിട്ട് വന്നിട്ട് ഒപ്പുവയ്ക്കുന്നു. അവർക്ക് വേണ്ടി അസൈൻ ചെയ്യപ്പെട്ട ആളുകൾ രാഷ്ട്രപതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സംസ്ഥാന ഗവർണർക്ക് വേണ്ടിയും അത് സാധാരണ ഉദ്യോഗസ്ഥരായിരിക്കും. പക്ഷെ അതിനൊരു സംവിധാനമുണ്ട്. അങ്ങനെ ഒപ്പുവയ്ക്കേണ്ടത് ആരാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങണം. ഇപ്പൊ ഇവിടെ ഒപ്പുവെച്ചത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാ. അവരെ ഇതിനെ അധികാരപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങണം. ഇറങ്ങിയിട്ടുണ്ടോ? CPI മന്ത്രിമാർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഗ്രാഹ്യമുണ്ടോ? ആർക്കാണ് അതേപ്പറ്റി അറിയാവുന്നത്? അങ്ങനെ ഉത്തരവ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെ അവർക്ക് പോയിട്ട് ഈ കരാറിൽ ഒപ്പുവയ്ക്കാൻ പറ്റും? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാ. അപ്പോഴാണ് നമ്മുടെ ഭരണഘടനാ വിദഗ്ധൻ പറയുന്നത് ഏത് മന്ത്രിക്കും അദ്ദേഹത്തിന്റെ വകുപ്പിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ ചെയ്യാമെന്ന്. അതുപോലെ PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഏത് നിമിഷവും പിന്മാറാൻ കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ അവകാശമുണ്ടെന്നാണ് നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പറയുന്നത്.